വിശദമായ വാർത്തകളിലേക്കാണ്. പ്രധാനപ്പെട്ട വാർത്തയാണ്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ഭാര്യയുടെ ആരോപണത്തിൽ വഴിത്തിരിവ്. മന്ത്രി ക്ഷമ ചോദിച്ചെന്ന് ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞു. പരാതി നൽകാനില്ലെന്നും ബിന്ദു. താൻ കഴിഞ്ഞ ദിവസം നടത്തിയത് വൈകാരിക പ്രതികരണമെന്നും വിശദീകരണം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, കഴിഞ്ഞ ദിവസം മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു മന്ത്രിക്കെതിരെ നടത്തിയിരുന്നത്. ഇപ്പോഴിതാ മന്ത്രി ക്ഷമ ചോദിച്ചു എന്നാണ് ഭാര്യ ബിന്ദു മേനോൻ പറയുന്നത്. താൻ ഇനി പരാതി നൽകാനില്ല എന്നാണ് ബിന്ദു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കെയാണ്. അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാ യോഗം ആരംഭിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബിന്ദു ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ബിന്ദു ഉന്നയിക്കുന്നത് ഗണേഷ് കുമാർ തന്നെ വിളിച്ചു, തന്നോട് ക്ഷമാപണം നടത്തി, ഇനി ഈ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് ബിന്ദു വ്യക്തമാക്കുന്നത്. ഒരു വഴിത്തിരിവ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൽ പ്രധാനമായും പറയുന്നത് ഇനി പരാതിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല. ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഗണേഷ് കുമാർ തന്നെ വിളിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നലെ ഗണേഷ് കുമാർ സഹോദരിയെ വിളിച്ചു, ഇന്ന് തന്നെ വിളിച്ച് സംസാരിച്ചു. അല്ലെങ്കിൽ സംസാരിച്ച ഈ വിഷയങ്ങൾ പറഞ്ഞു തീർക്കാമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞുവെന്നാണ് ഇപ്പോൾ ബിന്ദു വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്നലെ താൻ മാധ്യമങ്ങളിലൂടെ നടത്തിയത് വൈകാരികമായിട്ടുള്ള പ്രതികരണം മാത്രമായിരുന്നു. ഇനി ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുകൂടി ബിന്ദു വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഒരു ഫോൺ കോൾ വിളിച്ച് സംസാരിച്ചാൽ തീർക്കാവുന്ന അല്ലെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തന്നെയാണ് ബിന്ദു വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. താൻ തന്റെ ഭർത്താവിനെ ഗണേഷ് കുമാറിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുകൂടി ബിന്ദു വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രതികാര നടപടിക്കും താൻ ഇനി പോകാനില്ല എന്നും ബിന്ദു വ്യക്തമാക്കുന്നുണ്ട്. ഈ പൊതുസമൂഹത്തോട് ഇനി മന്ത്രി മാപ്പ് പറയേണ്ട കാര്യമില്ല, തന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി വിഷയമായി താൻ മുന്നോട്ട് പോകില്ല, താൻ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ തനിക്ക് സാധിക്കില്ല, തൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോകാൻ സാധിക്കില്ല, സംസാരിച്ച് പ്രശ്നം തീർക്കാമെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതേസമയം തന്നെ എടുത്തു പറയേണ്ടത് മന്ത്രിസഭാ യോഗം ആരംഭിക്കാനിരിക്കുകയാണ്. മന്ത്രിയുടെ ഗണേഷ് കുമാർ രാജിവെക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉടലെടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഘടകകക്ഷികളടക്കം തന്നെ മന്ത്രി മാറി നിൽക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്ന സാഹചര്യം, പ്രതിപക്ഷം അടക്കം തന്നെ മന്ത്രി രാജിവെക്കണമെന്ന് വ്യക്തമാക്കിയൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ തനിക്ക് പരാതിയില്ല, തങ്ങൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ മറ്റൊരു കാരണം കൂടിയായി, തങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളടക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ പ്രതിപക്ഷ സംഘടനകളടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഒരു ജനപ്രതിനിധിയുടെ ഭാര്യയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സാധാരണക്കാർക്ക് അപ്പോൾ സമൂഹത്തിൽ സംരക്ഷണം ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളടക്കമുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം തന്നെ ഇപ്പോൾ ഗണേഷ് കുമാറിന് പറയാൻ ഒരു മറുപടി ആയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തനിക്ക് പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുമായി തനിക്ക് പ്രശ്നമില്ല, തങ്ങൾ ആ പ്രശ്നങ്ങളടക്കം ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു എന്ന് ഗണേഷ് കുമാറിന് മന്ത്രിമാരോട് പറയാൻ സാധിക്കുമെങ്കിൽ കൂടി ഇത് പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാർ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മൂന്നാം തവണയും അധികാരത്തിലെത്തും എന്നൊരു പ്രതീക്ഷ സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊരു ചോദ്യം കൂടി ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷ ലഭിക്കാത്ത സമൂഹത്തിൽ എങ്ങനെയാണ് സാധാരണക്കാരനും സുരക്ഷ ലഭിക്കുക എന്നൊരു ചോദ്യം ഉടലെടുക്കുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെയായിരുന്നു പ്രതിപക്ഷമടക്കം ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മന്ത്രിയുടെ ഭാര്യ തനിക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ തങ്ങൾ തമ്മിലുള്ള പ്രശ്നം തങ്ങൾ തന്നെ തീർത്തോളാം
എന്ന് പറഞ്ഞാലും ആ സംസാരം അത് തീർക്കുന്ന രീതിയിൽ അവരുടെ കുടുംബകാര്യമാണ്. അതങ്ങ് തീർത്താൽ പോലും അവർ മുന്നോട്ട് കൊണ്ടുവച്ച ഒരു കാര്യമുണ്ട്. അത് സ്ത്രീ സുരക്ഷ തന്നെയാണ്. പോലീസിനുണ്ടായ വീഴ്ച തന്നെയാണ്. അതെല്ലാം തന്നെ ചോദിക്കുക തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മന്ത്രിസഭാ യോഗത്തിൽ ഗണേഷ് കുമാറിന് പറഞ്ഞു നിൽക്കാൻ ഒരു കാരണമാകുമെങ്കിൽ പോലും ഗണേഷ് കുമാറിനെതിരെ ഘടക കക്ഷികളടക്കം തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സ്ഥാനത്ത് നിന്നും മന്ത്രി മാറി നിൽക്കണമെന്നൊരു ആവശ്യം CPI നേതാക്കളടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളടക്കം ഗൗരവത്തോടു കൂടി തന്നെയാണ് LDF സർക്കാർ പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ LDF സർക്കാർ പരിഗണിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞത് അതൊരിക്കലും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴും ബിന്ദു മേനോൻ പറയുന്നത് തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, കൂടാതെ തന്നെ ഫോൺ വാങ്ങിയിട്ടുണ്ട്, താൻ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ അന്ന് വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഇപ്പോഴും മാറ്റാൻ സാധിക്കില്ല. കാരണം അത് പൊതുസമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അവരുടെ കുടുംബ പ്രശ്നം മറ്റൊരു രീതിയിൽ പ്രശ്നപരിഹാരത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും അവർ മുന്നോട്ട് വെച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിന് മുന്നോട്ട് വെച്ച ഒരുപാട് ആശയങ്ങളുണ്ട്. അതെല്ലാം തന്നെ ചർച്ച ചെയ്യുക തന്നെയാണ് ചെയ്യുക. ഇനിയിപ്പോൾ എന്താണ് പറയേണ്ടത്, മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താകുമെന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ്. 2013 ഗണേഷ് കുമാറിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി ആദ്യ ഭാര്യ രംഗത്ത് വന്നിരുന്നു. അന്ന് ആ സ്ത്രീക്ക് വേണ്ടി അല്ലെങ്കിൽ അന്ന് ആ യുവതിക്ക് വേണ്ടി സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പിണറായി വിജയൻ ഇന്നൊരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി സഭയുടെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ LDF സർക്കാരിൻ്റെ ഒരു അംഗമാണ്, ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെതിരെ ഇന്ന് എന്ത് നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും, അത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. എന്ത് നിലപാട് സ്വീകരിക്കും എന്ന കാര്യം തന്നെയാണ്. രാജി ഉണ്ടാകുമോ എന്ന കാര്യമടക്കം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ എന്നൊരു ചോദ്യമുണ്ട്. അതെല്ലാം തന്നെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായിരിക്കും. CPI നേതാക്കളടക്കം അല്ലെങ്കിൽ CPI മന്ത്രിമാരടക്കം പറയുന്നത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും, ഘടക കക്ഷികളടക്കം പറയുന്നത് തീരുമാനിച്ചുകൊണ്ടായിരിക്കും ഇന്നൊരു തീരുമാനം ഉണ്ടാവുക. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഘടക കക്ഷി നേതാക്കളുമായി മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് മന്ത്രി മാറി നിൽക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി എന്ത് പറയും എന്ന കാര്യം തന്നെയാണ്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കും എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. ശരി, വ്യക്തമാണ്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യയുടെ ആരോപണത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. മന്ത്രി ക്ഷമ ചോദിച്ചു എന്നാണ് ഇപ്പോൾ ഭാര്യ ബിന്ദു മേനോൻ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ഇനി പരാതി നൽകാനില്ല എന്നും ബിന്ദു വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയത് വൈകാരിക പ്രതികരണമാണെന്നാണ് ഇപ്പോൾ വിശദീകരണം. ഭാര്യ നടത്തിയ ഈ ഒരു ഗുരുതര ആരോപണത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് വിനയ രാജാണ്. മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് പറഞ്ഞ നടപടിയിൽ സൈബർ ഇടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വിമർശനം. ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ വിമർശനവുമായി രംഗത്ത് വന്നു. പരസ്യമായി മാപ്പ് പറഞ്ഞതിലാണ് പാർട്ടി പ്രവർത്തകർക്ക് അമർഷം. കഴിഞ്ഞ ദിവസമാണ് മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരസ്യമായി ക്ഷമ ചോദിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനം സതുദ്ദേശത്തോടെയാണെന്നും ക്യാമറ വസ്ത്രത്തിൽ വെച്ച് നടന്നവർക്ക് അത് വിവാദമാക്കിയെന്നും മമ്മൂട്ടിയുടേത് സ്വാഭാവിക പ്രതികരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയുണ്ടായ വിവാദത്തെ തുടർന്നാണ്, അതുപോലെ തന്നെ സൈബർ ഇടത്തിലുണ്ടായ ആക്രമണത്തെയൊക്കെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പരസ്യമായി മമ്മൂട്ടിയോട് ക്ഷമ ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. എന്തായാലും മമ്മൂട്ടിയോട് പരസ്യമായി ക്ഷമ ചോദിക്കുകയാണെന്നും മഹാനടനെ മനസ്സിലാക്കണമെന്നും ഒക്കെ ആയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എന്തായാലും ടൗൺഷിപ്പ് സന്ദർശനത്തെത്തിയപ്പോൾ CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് മമ്മൂട്ടി ഇടപെട്ടത് സതുദ്ദേശത്തോടെയാണെന്നും മമ്മൂട്ടിയെ അപമാനിക്കരുതെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടായാൽ ക്ഷമ ചോദിക്കുന്നുവെന്നും
പിണറായി വിജയൻ പരസ്യമായ ഒരു ക്ഷമാപണം നടത്തിയിരുന്നു. എന്തായാലും മമ്മൂട്ടിയോട് ഇത്തരത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ നടപടിയിലാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ ഒരു രൂക്ഷ വിമർശനം ഉയരുന്നത്. ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരാണിപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പരസ്യമായി മാപ്പ് പറഞ്ഞതിലാണിപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ പ്രധാന അമർഷം തന്നെ. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ മമ്മൂട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരസ്യമായി മുഖ്യമന്ത്രി ക്ഷമ ചോദിച്ചിരുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ വയനാട് സന്ദർശനം സതുദ്ദേശത്തോടെയാണെന്നും ക്യാമറ വസ്ത്രത്തിൽ വെച്ച് നടന്നവർ അത് വിവാദമാക്കിയെന്നും മമ്മൂട്ടിയുടേത് സ്വാഭാവിക പ്രതികരണമായിരുന്നു എന്നുമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നത്. യുദ്ധം നീളില്ലെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തൂപ്പുകുത്തി ക്രൂഡ് ഓയിൽ വില. ഇന്നലെ $120 വരെ ഉയർന്ന വില ഇന്ന് $90 താഴ്ന്നു. 5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $94 താണു. ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവ് ഓഹരി വിപണിയിൽ പ്രതിഫലിപ്പിക്കുമെന്നാണ് സൂചന. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കാനാണ് ആഗ്രഹമെന്നും ഭീഷണിയുണ്ടായാൽ ഭയപ്പെടാതെ നേരിടുമെന്നും CC മുകുന്ദൻ MLA. CPI പ്രാദേശിക നേതാക്കളുമായാണ് പ്രശ്നങ്ങളുള്ളത്. CPI സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഗീതാ ഗോപി സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാൻ പ്രാദേശിക തലം മുതൽ സ്റ്റേറ്റ് വരെ ഒരാൾ ഇടപെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് UDF സ്ഥാനാർത്ഥിയാകുന്നത്. BJPയുമായി സഹകരിക്കാൻ തനിക്ക് താൽപര്യമില്ലെന്നും CC മുകുന്ദൻ പറഞ്ഞു. ഗീതാ ഗോപിയെ ഞാൻ അവസാനമായി ചോദിക്കാം. ഗീതാ ഗോപിയെ സ്പോൺസർ ചെയ്യിപ്പിക്കാൻ പുറത്തു നിന്നുള്ള ഒരാളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് പാർട്ടിക്കുള്ള ആൾ തന്നെയാണ് ആയിരിക്കാം. പറ്റില്ല. അങ്ങനെയാണ് തന്നെയൊന്നും ഓടി വരാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. ഒരു പ്രസംഗമില്ലാതെ ഇടപെടാതെ ഈ കക്ഷി വരില്ല. അങ്ങനെ ഈ തെളിവ് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ വർക്ക് ആരംഭിച്ചില്ലേ? ഞാൻ പോലും വർക്ക് ആരംഭിച്ചിട്ടില്ല ഇവിടെ. അല്ല, നമുക്കറിയാം പാർട്ടിയുടെ നടപടിക്രമം അനുസരിച്ച് 2ാം ടൈം ഓക്കെയാണ്. സ്റ്റേറ്റ് അസംബ്ലി കൗൺസിൽ എടുത്ത തീരുമാനമൊക്കെ ഓക്കെയാണ്. അപ്പോൾ ആരാദ്യം മുമ്പ് വർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായി ഇവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്ത് പ്രഖ്യാപിച്ച് മനസ്സിലായി ഇത് വ്യത്യസ്തമായ രീതിയിൽ നടന്നിട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെ അങ്ങനൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പാർട്ടി പോലും എന്നെ വിളിക്കേണ്ട, ഇതുപോലെ വിളിച്ചിട്ടില്ലല്ലോ. ഗീതാ ഗോപിയെ ഞാൻ അവസാനമായി ചോദിക്കാം. ഗീതാ ഗോപി ലേബർ കോഡുകൾക്കെതിരെ സംസ്ഥാന സർക്കാരിന് നിയമനിർമ്മാണം നടത്താമെന്ന് വിദഗ്ധ സമിതിയുടെ ശുപാർശ. സുപ്രീം കോടതി മുൻ ജഡ്ജി ഗോപാലഗൌഡ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിലാണ് സുപ്രധാന ശുപാർശ. ലേബർ കോഡിന്റെ പ്രത്യാഘാതങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സമിതിയാണിത്. നിലവിലെ നിയമ ചട്ടക്കൂടിന് പുറത്തുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി പുതിയ 3 നിയമം നിർമ്മിക്കാനും ശുപാർശ ചെയ്തു. റിപ്പോർട്ടിന് മേൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് തൊഴിൽ മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു.